ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. നമ്മളെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അരമുറിൻ്റെ അടുത്ത് തേങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. 3-4 ചുവന്നുള്ളി എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് എടുത്തിട്ടുണ്ട്. ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് കൂടാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുങ്ങി നിൽക്കാനുള്ള പാകത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഒട്ടും തരികൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഈ ഒരു ചോറും അതുപോലെ തന്നെ തേങ്ങയും നല്ലോണം അരഞ്ഞ് കിട്ടണം. ഇനി ഇതേപോലത്തെ ഒരു ചട്ടി എടുത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കട്ടിക്കാണ് നമ്മൾ തേങ്ങ അരച്ചെടുത്തത്. കുറച്ച് കട്ടി വേണം കേട്ടോ, അധികം ലൂസാവാൻ പാടില്ല. കുറച്ച് കട്ടി തന്നെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മോരൊഴിച്ച് കൊടുക്കുക. കുറേയൊന്നും ആവശ്യമില്ല കേട്ടോ. ഒരു അര ഗ്ലാസ് മോര് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അര ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്സില്ലേ, ആ ഒരു ഗ്ലാസ്സിന് അര ഗ്ലാസ്സാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കാം. കൂടുതലാവാൻ പാടില്ല കേട്ടോ. അപ്പം വെള്ളം കൂടുതലാവാൻ പാടില്ല, കുറച്ച് കട്ടിക്ക് തന്നെ നിന്നോട്ടെ. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നോക്കുക, ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി കിട്ടിയാൽ മതി കേട്ടോ, നല്ലോണം ചൂടായി കിട്ടിയാൽ മതി. നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അധികം തിളച്ച് പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് പിരിഞ്ഞു പോവും. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. അപ്പോൾ നല്ല അടിപൊളി മോര് കറിയാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവോ. അപ്പോൾ അതാ നമ്മുടെ മോര് കറി നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. ആ ചൂട് തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു മോര് കറി പിറ്റേന്ന് കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൽ നമ്മൾ വറവൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് തണുത്തതിന് ശേഷം മാത്രമാണ് മോര് കറി കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തണുക്കാൻ വെക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവോ. ഇതും നമ്മളെ മുളക് കറി, മീൻ മുളക് ഇട്ടതും അതുപോലെ തന്നെ പപ്പടം, മീൻ പൊരിച്ചൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി, ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു വെറുതെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമായി കാണാം.